എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. പതിവ് പോലെ പുതിയൊരു വീഡിയോയ്ക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഈ വീഡിയോ രണ്ടേ സൈഡ് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ സമയവും സന്ദർഭവും ഒന്നും അനുകൂലമായി വരാത്തതുകൊണ്ട് സാധിച്ചില്ല. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് അറിയില്ല, 2 ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ എന്നാൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പൊ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇട്ട് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക. നിങ്ങൾ ഇപ്പം തന്നെ കാണുമ്പോൾ ഒരു ലൈക്ക് അടിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്താൽ കൂടുതൽ ആൾക്കാരിലോട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ മുരടിച്ച് പോകും. ഓക്കെ, എന്നാൽ ഒരു അഷ്കർ ചതച്ചത് എടുക്കട്ടെ. എന്താണെന്നറിയില്ല, ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്നെ പോലെ സന്തോഷമുള്ള ആൾക്കാർ എത്ര പേരുണ്ടാവും. ഒരു മനുഷ്യൻ ഇങ്ങനെ വേദനിക്കുമ്പോൾ ദുഃഖിക്കരുത്, സന്തോഷിക്കരുത്, ആഹ്ലാദിക്കരുത്, അവരെ കളിയാക്കരുത് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കാതിരിക്കുക? അല്ലെങ്കിൽ ഇത് പതിവ് പോലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ സ്റ്റേഷനിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു കലയാണ്. അപ്പം ഈ കല അയാൾക്ക് കൊടുത്ത എല്ലാ ആളുകൾക്കും വലിയ വലിയ നന്ദി. പോലീസുകാർക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇടിച്ചു പിഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. ഈ പോലീസ് ലോക്കപ്പിലിട്ട് ഇടി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വല്ലാണ്ട് ഇടപെടുന്ന കേസാണ്. ഇങ്ങനെ ഇടിക്കരുത്, ഉപദ്രവിക്കരുത്, പോവല്ലേ എന്നാൽ കുറച്ച് പാൽപ്പായസം കൂടെ വിളമ്പി അവനെ മറ്റേ മൈതാനത്ത് കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കാം. ഇത്രയും വലിയ നല്ല കാര്യം ചെയ്ത ഇവനെ, പുണ്യാളനെ 2 അടി കൂടുതൽ കൊടുക്കണമായിരുന്നു. എന്താണെങ്കിൽ അവൻ്റെ മുഖത്ത് ആ ഒരു വൈക്ലഭ്യം കണ്ട സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷെ ഇതിൽ ഒത്തിരി സന്തോഷമില്ലാത്ത ഒരാളും കൂടി ഉണ്ട്. എൻ്റെ മോനെ, ഒരു പാവ ഉമ്മ. നമുക്ക് ആ ഉമ്മേനെ ഒന്ന് കാണാം. എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. അത്രമേലെ ആവശ്യമായി. എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അല്ല, പിന്നെ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത് അവന് ഞങ്ങൾ പൊന്നാട അണിയിച്ച് വലിയൊരു രൂപക്കൂട് ഉണ്ടാക്കി അതിനകത്ത് പ്രതിഷ്ഠിച്ച് വെക്കാൻ തള്ളേ. എന്തൊരു തള്ള. എനിക്ക് തോന്നുന്നു ഇവർ നേരെ വണ്ണം അയാളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അയാളുടെ വളർച്ചയിൽ ഏതൊക്കെയോ രീതിയിൽ ഇവരുടെ ഭാഗത്തുണ്ടായ പിഴവുകളുണ്ടായിരിക്കും ഒരുപക്ഷെ ഇയാൾ ഇങ്ങനെ ചെയ്തത്. കാരണം അത്രയധികം കട്ട സപ്പോർട്ടാണ് തള്ള കൊടുക്കുന്നത്. മോൻ ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അയാളെ ഇങ്ങനെ ന്യായീകരിച്ചു. അയ്യോ എൻ്റെ മോനെ, എൻ്റെ പൊന്നു മോനെ, അങ്ങനെ ഇങ്ങനെ മാങ്ങൻ്റെ അണ്ടി അപ്പവരെ കിണ്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നവരുണ്ടല്ലോ. അത് ഈ പെണ്ണുപിള്ളക്ക് ഇട്ടാൽ 2 അടി കൂടുതൽ കൊടുക്കേണ്ടത്. ഇതൊക്കെ അഖിലേൻ്റെ അമ്മ. ഇനി അങ്ങനെ ഒരു മകളെ ഇല്ലാന്നും പറഞ്ഞ് ആ സ്ത്രീ എഴുതി തള്ളി വെച്ചേക്കുക. ഇവർക്കത് എഴുതി തള്ളാൻ വേണ്ടി പറ്റുന്നില്ല. ഇവൻ ആദ്യത്തെ ഒന്നിനെ അടിച്ച് തരിപ്പണാക്കി ലെവലാക്കി വെച്ചേക്കാണ്. ഇപ്പൊ 2ാമത് ഒന്നിന് ചെയ്തു കഴിഞ്ഞിട്ടും തള്ളക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് തള്ളക്ക് ആ ചെകുത്താനാണ് പൊൻകുഞ്ഞ്. ഈ സ്ത്രീനുണ്ടല്ലോ, ആദ്യം ഇവരെ ലോക്കപ്പിലിട്ട് 2 ചാമ്പ് ചാമ്പണം. എന്നാൽ തള്ളക്ക് അറിയുന്ന സത്യമൊക്കെ തള്ള പറയും. മിക്കവാറും തള്ളക്ക് എന്തൊക്കെയോ പങ്ക് ഇതിനകത്ത് കാണണം. എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നു, എന്റെ പൊന്നു മോനെ കൊച്ചിനെ കൊല്ലില്ല. അതെനിക്ക് ഉറപ്പാണ്. എന്നാ പിന്നെ ആരോ ഡ്യൂപ്പിട്ടതായിരിക്കും. ലോകം മൊത്തം പറഞ്ഞാല് ഞാൻ വിശ്വാസമില്ല. എന്റെ മോൻ കൊല്ലുമില്ല, കൊല്ലാൻ വേണ്ടി ചെയ്യും. വെച്ചിട്ടുണ്ടല്ലോ തള്ളനെ. പിന്നെ തന്റെ മോനല്ലാണ്ട് പിന്നെ വേറെ ആരാണ്ടോ വന്നിട്ട് ചെയ്തിട്ട് പോയത്. അത് അയാളാ ചെയ്തെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ തള്ള എന്ന് പറയുന്ന അഖില എന്ന് പറയുന്ന ആരണോ സമ്മതിച്ചു. പിന്നെ തള്ളക്ക് എന്താ സമ്മതിക്കാൻ ഇത്ര പാട്? എന്റെ അമ്മോ, ഈ വക ഡ്രാമ ഇറക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ചില്ലറ പെണ്ണുമ്പിള്ളൊന്നല്ല കേട്ടോ. വളർത്താൻ വേണ്ടി ചെയ്തതായിരിക്കും, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലെങ്കിൽ. തള്ളക്ക് ബോധമുണ്ടോ? ആ കുഞ്ഞ് എന്തോരം അനുഭവിച്ചെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്റെ മകനെ താൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താൻ എവിടുത്തെ തള്ളയാ, എവിടുത്തെ അമ്മയാ? ദുരന്തം. തന്റെ ഞങ്ങൾ പോകുമ്പോഴേ തന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ പോയിരുന്നു. ഇവര് കുറെ ഈ പെണ്ണിന്റെ വല്യമ്മയും ഈ പെണ്ണിന്റെ ഉമ്മയും കൂടെ കുറെയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോ കാണാൻ അപ്പൊ അനു പറഞ്ഞ് നിങ്ങളെ നടത്തി കൊടുത്താലും നടത്തി കൊടുത്തില്ലെങ്കിലും അവര് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിയമപരമായിട്ട് നമ്മളെല്ലാരും കൂടെ എന്റെ കുടുംബക്കാരെയും കൂടെ യോജിച്ച് നടത്തി കൊടുക്കണതല്ലേ ചേച്ചി നല്ലത് എന്ന് അവളെ അമ്മേരയിൽ ചോദിച്ചോണ്ടിരുന്നപ്പോ തന്നെ ആ കൊച്ചിന്റെ ബാപ്പ വന്നു. അപ്പൊ അയാളെ അടുത്ത് ചോദിച്ച് സംസാരിച്ചപ്പോ എല്ലാം പറഞ്ഞൊക്കെ വന്നപ്പോ അവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നുമില്ല. അവർക്ക് ഈ 10 സെന്റ് സ്ഥലവും വീടേ ഉള്ളു. അതിപ്പോഴൊന്നും ഞങ്ങൾ കൊടുക്കൂല, ഒരു വകയും ഇല്ല കൊടുക്കാൻ, കല്യാണ ചെലവ് പോലെ അവർക്ക് നടത്താൻ ഇല്ല എന്നൊക്കെയാണ് അവര് പറഞ്ഞില്ല. അവരിൽ ഒന്നിലും ഇല്ല എന്ന് പറയും. തള്ള പറയണത് ഏതാന്ന് മനസ്സിലായോ? ഈ മറ്റേ അവൻ ആദ്യം അടിച്ചൊരു പെണ്ണിനെ ഇഞ്ചി പരിവാക്കിയില്ലേ, അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരാളുടെ സംസാരത്തിലുണ്ട് അവരുടെ സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അവരുടെ സംസ്കാരം, പെരുമാറ്റം, മനസ്സിന്റെ വിശാല മനസ്കതയൊക്കെ കേട്ടോ. ആ ഒരു പെണ്ണിനെ ഇങ്ങനെ ഇഞ്ചവധം ചതക്കുന്ന പോലെ ചതച്ചിട്ടൊക്കെ ഇവർക്ക് അറിയാം. ഇവർക്ക് ആ കുട്ടിനോട് വലിയ കമ്പമൊന്നുമില്ല. അതും നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവര് പരസ്പര ബന്ധം ഇല്ലാണ്ടാണ് എന്തൊക്കെയോ പറയുന്നത്. ചക്കാന്ന് ചോദിക്കുമ്പോൾ മാങ്ങാന്നാണ് പറയുന്നത്. ഇവരുടെ അറിവോട് കൂടിയൊക്കെ തന്നെയാണ് പകുതി മുക്കാൽ ഈ 2 ക്രൈംസിൽ, ഈ സ്ത്രീന്റെയും ഈ കുഞ്ഞിന്റെയും ക്രൈംസിൽ ഏതാണ്ടൊക്കെ ഇവരുടെ അറിവോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇവരെ പിടിച്ച് ശരിക്കും ഒന്ന് കുടഞ്ഞാൽ ചിലപ്പോൾ കുറെ കൂടെ ഉത്തരം കിട്ടും. മോൻ സ്നേഹിച്ചതാണ്, വേറൊരു പെൺകൊച്ച്
മുഖാന്തരം ഇവനെ മുട്ടിച്ചു കൊടുത്തതാ. മുട്ടിച്ചു കൊടുക്കേ? ഇവരെന്തൊക്കെയാ പറയുന്നത്? ഈ പെങ്കൊച്ചിനെ ഇക്ബാൽ കോളേജിലാണ് ഈ പെങ്കൊച്ച് പഠിച്ചത്. അവൻ ഈ നിരന്തരം ആട്ടം ഓടാൻ പോകുമായിരുന്നു. ഓ, ആട്ടക്കാരനാണല്ലേ? അപ്പൊ ആട്ടം ഓടാൻ പോയി ഇവളുമായിട്ട് കമ്പനി ആയതാണ് ഈ കൊച്ച്. കമ്പനി ആയി ഞങ്ങൾ ആദ്യം വീട്ടിൽ പോയി ചോദിച്ചായിരുന്നു ഈ കൊച്ചിന് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വിളിച്ചിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടുകാരത്ത് വന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഞാനും എൻ്റെ മോളും ഈ അനു എന്ന് പറയുന്ന പെണ്ണും ഞാൻ പറഞ്ഞല്ലോ, ആ പെണ്ണും എൻ്റെ മോനുമായിട്ട് ആ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പൊ രാത്രി അവര് പറഞ്ഞ് തരൂല, കെട്ടിച്ചരൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. കെട്ടിക്കാൻ പറ്റൂല, കൊച്ചുകുട്ടിയാണ്, 18 വയസ്സേ ആയുള്ളൂ, അവർക്ക് കെട്ടിക്കാൻ പറ്റൂല, പ്രായമായില്ല, അവർക്ക് പഠിച്ച് ഒരു തൊഴിലൊക്കെ ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ് എന്നൊക്കെ തള്ളയും പറഞ്ഞു. തന്ത ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല, പിന്നീടാണ് തന്ത പറയാൻ തുടങ്ങി. തന്ത എങ്ങനെ കൂടുതൽ പറയും? തള്ളേന്റെ നാക്ക് കണ്ടാൽ തന്നെ അറിയാൻ തന്തയ്ക്ക് ഒന്നും വേണ്ടിയിട്ട് കാര്യമില്ലാന്ന്. പെണ്ണിന്റെ അച്ഛനെയും അമ്മേനെയാണ് ഈ സ്ത്രീ കിടന്ന് തള്ള മുട്ടിച്ചു കൊടുത്തു, വിവാഹം ഉറപ്പിക്കാൻ നോക്കി എന്നുള്ളതിനൊക്കെയാണ് പറയുന്നത്. മുട്ടിച്ചു കൊടുത്തു, തള്ള, അവരെ മര്യാദയ്ക്ക് ഉമ്മ ഉപ്പാന്നോ അച്ഛൻ അമ്മാന്നോ പറയാനുള്ള ബുദ്ധിയും ബോധവും വെളിവും പോലും ഈ സ്ത്രീക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ വളർത്തിയ ഒരു മകൻ ഇത്രയും വലിയ കുറ്റമില്ലാണ്ട് വേറെ എന്താ ചെയ്യുക? അവനെ പ്രേമിച്ച ഒരു സ്ത്രീ ഇവൻ വഞ്ചിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഇവന്റെ കൂടെ ഡാൻസിലുള്ള ഒരു സ്ത്രീ. അത് പോരാത്തതിന് ഈ പെണ്ണിനെ അവൻ അടിച്ചിട്ട് ഇങ്ങനെയാക്കി. അതിന് ഓൾറെഡി എന്തൊക്കെ വയ്യ. അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഇത്രയും വലിയ നീണ്ട ഒരു ക്രൈം നിര തന്നെയുള്ള യവൻ വെള്ളം കുടിച്ചോന്ന് അറിയത്തില്ല, തോളൊടിഞ്ഞൊന്നും അറിയത്തില്ല, എന്തൊക്കെ പ്രഹസനാണ് ഈ സ്ത്രീ കിടന്ന് കാണിക്കുന്നത്. ഇവരാണ് ഇവരെ മോനെ വഷളാക്കിയതെന്ന് പറയാം. അത്രയും വലിയൊരു ക്രൈം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ മോനല്ല എന്ന് പറയാനുള്ള ഗട്സ് പോലും തള്ളക്കില്ല. അപ്പൊ മോൻ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് സ്ത്രീക്ക്. ഇപ്പോഴാണ് എനിക്ക് മറ്റേ അഫാൻ ഉണ്ടല്ലോ, അഫാന്റെ തള്ള ഏകദേശം ഇതേമാതിരിയായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്നിട്ടും അത്രയും ആ ഒരു ഫാമിലി അത്രയും പേരെ കൊന്നിട്ടും തള്ള മകന് ചൂട്ട് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ സ്ത്രീയും ചെയ്യുന്നത്. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ? സമൂഹം പിന്നെ നന്നാവും. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അകറ്റി നിർത്താനുള്ള ഒരു മനസ്സുണ്ടാവണം. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്രൈംസ് അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഏത് രീതിയിലാണ് ഇനി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് അറിയത്തില്ല. എന്നാണെങ്കിൽ ഈ സ്ത്രീ അത്ര വെടിപ്പല്ല എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല, ഇവരുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഉള്ള ഒരു ക്രൂവൽ മെന്റാലിറ്റിയാണ് ഉദ്ദേശിച്ചത്. ആരും വേറെ രീതിയിൽ വളച്ചൊടിച്ച് ചിന്തിക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. 2 പറയണമെന്ന് കരുതിയിരുന്നു. എന്നാണെങ്കിൽ അവനെ ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതച്ച പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി അയാളുടെ കൂടെ കിടക്കുന്ന വേറെ വല്ല ജയിൽ പുള്ളികളാണെങ്കിൽ അവർക്ക് ഒരു വലിയ നന്ദി അങ്ങനെ കൊടുക്കണം. കുറച്ച് കൂടുതൽ കൊടുക്കാമായിരുന്നു. വേണമെങ്കിൽ അഖിലേക്ക് 2 പൊട്ടിക്കാമായിരുന്നു. അവരങ്ങനെ ആ നിലയിൽ കണ്ടില്ല. അവർക്കായിരുന്നു വേണ്ടത്. അവർക്ക് 2 കൂടുതൽ കിട്ടണം. എന്തായാലും അത് കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വീഡിയോന്റെ അവസാനത്തിൽ ഒരു പുലിക്കുട്ടി നമുക്ക് പറയാം, ഒരു താത്തക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ഈ തള്ളക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് വെക്കാം കേട്ടോ. എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാൽ എനിക്കറിയില്ല. വെള്ളമല്ല, അവൻ അണ്ണാക്കിനോട് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തം കത്തിക്കണം, അവനെ നിർത്തി. അത്രമേലെ ആവശ്യമായി എന്റെ കുഞ്ഞിന്റെ കഴുത്തല്ലേ അടിച്ച് പൊട്ടിച്ചിരുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തല്ലേ ഒടിഞ്ഞതാണെന്ന് അറിയാം. അവന് വേണ്ടി ന്യായീകരിക്കാൻ വന്നേക്കുന്നു പേരട്ട കിളവി. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് പോലീസർമ്മൽ വലിച്ചെടുത്തോണ്ട് പോകുന്നവർ എങ്ങോണ് കണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ ആൾനാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഇതേ രംഗങ്ങളാണ് കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറകെ ഇറങ്ങാനുള്ള മാനസികം ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങളെ വേണം ആദ്യം അടിച്ച് കൊല്ലാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് നാണമുണ്ടോ? അവൻ ചെയ്തിട്ട് വന്നതേ വലിയ കാര്യമൊന്നുമല്ല. അവൻ ചെയ്തിട്ട് വന്നതേ കൊലപാതകമാ. അവൻ കൊന്നതേ വേറെ വലിയ ആൾക്കാരൊന്നുമല്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ, കരയാനും ചിരിക്കാനും മാത്രം അറിയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് വന്നതിന് വേണ്ടിട്ട് നിങ്ങൾ കിടന്ന് മെഴുകുന്ന നാണമുണ്ടോ തള്ളേ? അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് വല്ല അറിയാവോ? എനിക്ക് തോന്നേ ഈ കൊലപാതകം, ഈ നരഭോജി ഇങ്ങനെ ആവാൻ വേണ്ടി കാരണം നിങ്ങളാണെന്ന് തോന്നുന്നു. നിങ്ങൾ വളർത്തി വശമാക്കിയതാണെന്ന് തോന്നുന്നു. അവൻ പണ്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നായിരിക്കും. അന്ന് നിങ്ങൾ ഇതുപോലെ കിടന്ന് കരഞ്ഞു, അയ്യോ എന്റെ മോനികളെ ചെയ്യത്തില്ലേ, അയ്യോ എന്റെ മക്കൾക്ക് വെള്ളം കഴിച്ച. ഒരു വെള്ളമല്ല, അവൻ അണ്ണാക്കിനോട് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തം കത്തിക്കണം, അവനെ നിർത്തി. അത് വേണം ചെയ്യാൻ. അവന് വേണ്ടിട്ട് നിങ്ങളൊന്ന് ന്യായീകരിക്കുന്ന കൊള്ളക്കിളവി. എടേ അമ്മ എന്ന് പറയുന്നതിന് കുറച്ച് ദൗത്യമുണ്ട്. പ്രസവിച്ചിട്ട് പാലൂട്ടിയാൽ മാത്രം അമ്മ ആവത്തില്ല. അവനെ നേരായ വഴിക്ക് വളർത്തണം. അവൻ ചെയ്തു പോകുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. മോനെ നീ ചെയ്തത് തെറ്റാണ്, അപ്പൊ നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. വടിയെടുത്ത് അടിക്കേണ്ട സ്ഥാനത്ത് വടി അടിക്കുക തന്നെ ചെയ്യണമായിരുന്നു. അതിന് പകരം അവൻ ഊട്ടി വെള്ളത്തിലാക്കി അവൻ വലിയൊരു കൊലപാതകം എടുക്കി. അവൻ ചെയ്തത് കൊല ചെറുതൊന്നുമല്ല. അവൻ അനുഭവിച്ച 91 മുറിവ് നിന്റെ മോൻ ഉണ്ടാക്കി കൊടുത്തതാ, അല്ലാതെ വെളിയിൽ നിന്ന് പൊട്ടിപ്പൊളിച്ച് വന്നൊന്നുമല്ല. അവന് വേണ്ടിയിട്ട് അങ്ങനെ ന്യായീകരിക്കാവുന്ന തള്ളെ നിങ്ങളെ കൂടി പിടിച്ചകത്താക്കാൻ പറയും.